യു.ഡി.എഫിന്റെ ഉരുക്കുകോട്ടയായി കാസർഗോഡ് നഗരസഭ. പ്രധാന എതിരാളിയായ ബി.ജെ.പിക്ക് ഒരു പഴുതുപോലും നൽകാതെയായിരുന്നു കാസർഗോഡ് നഗരസഭയിൽ യു.ഡി.എഫ് ഉജ്ജ്വല വിജയം നേടിയത്. 39 വാർഡുകളിൽ 24 വാർഡുകളും നേടിയാണ് കാസർഗോഡ് നഗരസഭ യു.ഡി.എഫ് നിലനിർത്തിയത്. സാരി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ. സാരി പാലസ്, സാരീസ് ആൻഡ് സൽവാർസ്, KS റാവു റോഡ്, മാംഗ്ലൂർ. മുസ്ലിം ലീഗിന്റെ ചിറകിലേറി കാസർഗോഡ് നഗരസഭാ ഭരണം യു.ഡി.എഫ് നിലനിർത്തി. 39 സീറ്റുകളിൽ 24 സീറ്റുകൾ യു.ഡി.എഫ് നേടി. ഇതിൽ 22 സീറ്റുകളും ലീഗിൻ്റേതാണ്. NDAക്ക് 14 സീറ്റിൽ നിന്നും 12 കുറഞ്ഞു. അതേസമയം LDF ഒരു സീറ്റിൽ നിന്നും 2 സീറ്റായി വർദ്ധിപ്പിച്ചു. LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു. മറ്റുള്ളവർ ഒരു വാർഡിലും വിജയിച്ചു. നഗരസഭ രൂപീകരിച്ചത് മുതൽ 2 തവണ മാത്രമാണ് യു.ഡി.എഫിന് ഭരണം നഷ്ടമായത്. 2 തവണയും ഇടതുപക്ഷമാണ് ഭരണം പിടിച്ചെടുത്തത്. നിലവിൽ നഗരസഭയിലെ വലിയ രണ്ടാമത്തെ കക്ഷി ബി.ജെ.പി ആയിരുന്നു. എന്നാൽ ഇത്തവണ സീറ്റ് കുറഞ്ഞു. വർഷങ്ങളായി നഗരസഭയിലെ പ്രതിപക്ഷമായ ബി.ജെ.പി ഇത്തവണ ഭരണം ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ യു.ഡി.എഫ് കോട്ട കടക്കുവാൻ NDAക്ക് കഴിഞ്ഞില്ല. ഇടതുപക്ഷത്തിന് വേരോട്ടം കുറഞ്ഞ നഗരസഭയിൽ ഇത്തവണ 25 സീറ്റുകളിൽ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തി കരുത്ത് തെളിയിക്കുവാനുള്ള ശ്രമമാണ് LDF നടത്തിയത്. 3 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി സാന്നിധ്യം അറിയിക്കുവാൻ SDPIയും രംഗത്തെത്തിയിരുന്നു. 1, 13, 30 വാർഡുകളിലാണ് ഇവർ ജനവിധി തേടിയത്. 37 സ്ഥാനാർത്ഥികളുമായാണ് യു.ഡി.എഫ് നഗരഭരണം പിടിക്കുവാൻ രംഗത്ത് വന്നത്. ഇതിൽ 24 സ്ഥാനാർത്ഥികളും ലീഗിൻ്റേതായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫിന് നഗരസഭയിൽ മികച്ച വിജയം നേടുവാനായത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആവേശമായി. കഴിഞ്ഞ തവണ വിമതർ പിടിച്ചെടുത്ത വാർഡുകൾ ഉൾപ്പെടെ തിരിച്ചുപിടിക്കുവാൻ സാധിച്ചത് വിജയത്തിന്റെ മാറ്റുകൂട്ടി. നഗരസഭയിലെ ഭൂരിപക്ഷം വാർഡുകളിലും മറ്റ് തീരദേശ വാർഡുകളിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷം നേടി. യു.ഡി.എഫിന്റെ ഭരണ നേട്ടങ്ങൾക്കായുള്ള അംഗീകാരമാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയമെന്നും വരാനിരിക്കുന്ന 5 വർഷവും നഗരസഭയുടെ വികസനത്തിനായി മുന്നണി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും യു.ഡി.എഫ് നേതൃത്വം അറിയിച്ചു. അതേസമയം ശക്തമായ പ്രതിപക്ഷമായി നിന്ന് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് NDA നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.